Hi മക്കളെ, വെൽക്കം യു ഓൾ ഫോർ ദ 14th ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ബോട്ടണിയിലെ GIBയിലെ ബോട്ടണിയിലെ 14ാമത്തെ എക്സാമിനേഷൻ ആണ് മക്കളെ. അപ്പൊ നമ്മൾ അതിന്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. സെക്ഷൻ എയിലെ 35 ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തു എന്ന് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്ഷൻ എ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ഫംഗൈ ഇംപെർഫെക്റ്റി എന്ന് പറയുന്നതിൽ ആരെല്ലാം ഉണ്ട്? അപ്പൊ നോക്കാം മക്കളെ, ആസ്പെർജില്ലസ് വരില്ല, പെൻസീലിയം വരൂല, അപ്പൊ പിന്നെ അതല്ല എന്നുള്ളത് ഉറപ്പിച്ചു. മക്കളെ, ഓൾട്ടർനറി വരുമോ? യെസ്. ഡിറ്ററോമൈസീറ്റ്സ് അല്ലേ ഈ ഫംഗൈ ഇംപെർഫെക്റ്റി. അപ്പൊ എന്തായാലും ആര് വരും? ഈ പറയുന്ന ഓൾട്ടർനറി വരും. ദെൻ ട്രൈക്കോഡെർമ വരും. അപ്പൊ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യാ, ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ 102ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്? നോക്കുക, സ്പോർസ് ആർ ആബ്സെന്റ് ഇൻ സ്ലൈം മോൾഡ്സ്. അത് തെറ്റായ ഓപ്ഷൻ അല്ലേ? യെസ്. പ്രോട്ടോസോവുകൾക്ക് സെൽ വോൾ ഇല്ല. അപ്പൊ അത് കറക്റ്റ് അല്ലേ മക്കളെ? പ്രോട്ടോസോവുകൾക്ക് സെൽ വോൾ ഇല്ല എന്നുള്ളത് കറക്റ്റ് ആണ്. ഡൈനോഫ്ലജലേറ്റ്സ് നോൺ മോട്ടൈൽ എന്ന് കൊടുത്തത് അവർ മോട്ടൈലാണ്. അതേസമയം പെല്ലിക്കിൾ ഇസ് ആബ്സെന്റ് ഇൻ യൂക്ലീന. ശരിക്കും യൂഗ്ലിനിക്ക് പെല്ലിക്കൽ പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്. അപ്പൊ 2 അല്ലേ മക്കളെ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഈ ശരിയായ സ്റ്റേറ്റ്മെന്റ്? യെസ്. 103ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡിസ്ക്രൈബ്സ് ദ സീനോസൈറ്റിക് കണ്ടീഷൻ ഇൻ ഫംഗസ്? അപ്പൊ ഫംഗസിൽ സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫംഗസിലെ സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ അല്ലേ? സെപ്റ്റം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പൊ കറക്റ്റ് ആൻസർ 2 അല്ലേ മക്കളെ? മൾട്ടി ന്യൂക്ലിയേറ്റ് ഹൈഫേ വിത്തൗട്ട് സെപ്റ്റം അല്ലേ? യെസ്. 104ാമത്തെ നോക്കാം മക്കളെ. ഒരു റിസർച്ച് സ്കോളർ ആൽഗേനെ കളക്ട് ചെയ്തു. അതില് ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ഉണ്ട്, ഫൈക്കോ എറിത്രിനുണ്ട്. അപ്പൊ എയും ഡിയും ഫൈക്കോ എറിത്രിനും വന്നാൽ സംശയമില്ല അത് റെഡ് ആൽഗിയാണ്. റെഡ് ആൽഗയുടെ ക്ലാസ് ഏതാ നോക്കിയാൽ മതി. അത് റോഡോഫൈസി അല്ലേ മക്കളെ? സോ 4ാമത്തതാണ് കറക്റ്റ് ആൻസർ. മക്കളെ, 105ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. 105 നോക്കാം മക്കളെ. 105. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിക്കുന്നത്. നോക്കാം മക്കളെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ദ പ്രീ ഡോമിനന്റ് സ്റ്റേജ്, അതായത് ബ്രയോഫൈറ്റിന്റെ ഡോമിനന്റ് സ്റ്റേജ് ഗെമിറ്റോഫൈറ്റ്. കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം മക്കളെ. The gametophyte, ശ്രദ്ധിക്കാം, the gametophyte of a mouse consists of 2 stages. കറക്റ്റ് ആണ്. 2 സ്റ്റേജ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പ്രോട്ടോണിയമി ലീഫി സ്റ്റേജും. The first stage is the leafy stage. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണോ മക്കളെ? കറക്റ്റ് ആണോ? അല്ല, അത് തെറ്റായ ഓപ്ഷൻ ആണ്. കാരണം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോണീമിയാണ്. അപ്പൊ പിന്നെ അവിടെ പ്രോട്ടോണീമി ആയിരുന്നു വരേണ്ടത്. ഓക്കെ അല്ലേ? അവസാനത്തെ പോയിന്റ് നോക്കും മക്കളെ. ലീഫി സ്റ്റേജ് പ്രോട്ടോണീമി എന്നാണ് വരുന്നത്. അത് കറക്റ്റ് ആണ്. അപ്പൊ ഏതാ മക്കളെ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്? 3 അല്ലേ? അപ്പൊ അതല്ലേ കറക്റ്റ്. ആദ്യത്തെ സ്റ്റേജ് സ്പോറുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന പ്രോട്ടോണീമിയാണ്. ഓക്കെ, 106ാമത്തെ നോക്കാം മക്കളെ. ആൽജിനിക് ആസിഡ് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ആൽജിൻ, കരാജിൻ നമ്മൾ പഠിക്കുന്നല്ലേ. കരാജിൻ റെഡ് ആൽഗി എന്നാണ്, ആൽജിൻ ബ്രൗൺ ആൽഗി എന്നല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു ബ്രൗൺ ആൽഗി. ഇസ് ഇറ്റ് റൈറ്റ്? യെസ്. മക്കളെ, 107ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. കോറലോയിഡ് റൂട്ട്സ് ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാ? ഈന്തപ്പനയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലേ? അപ്പൊ സൈക്കസ് ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മക്കളെ, 108ാമത്തെ ചോദ്യം നോക്ക്. പ്രോത്താലസ് ഓഫ് ദ ഫേൺസ് പ്രൊഡ്യൂസ്. അപ്പൊ ഫേൺ പ്രോത്താലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതല്ലേ മക്കളെ ഹാർട്ട് ലൈക്ക് സ്ട്രക്ചർ. എവിടുന്നാ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്പോറുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലേ? ശരി. അപ്പൊ ഇത് എന്താണ് ഉണ്ടാക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മക്കളെ, ഇത് സെക്സ് ഓർഗൻസ് അല്ലേ ഉണ്ടാക്കുക? അല്ലേ 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 സെക്സ് ഓർഗൻസ് അല്ലേ ഉണ്ടാക്കുക? അപ്പൊ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രിഡിയും ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയും. അപ്പൊ ഇവിടുന്ന് അത് എന്താ പ്രൊഡ്യൂസ് ചെയ്യാം? ഇവിടുന്ന് അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യാം? ശരിയല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ 3 അല്ലേ മക്കളെ? ഗാമീറ്റ്സ് അല്ലേ ഇവരുണ്ടാക്കുന്നത്? യെസ്. മക്കളെ, 109ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. എന്താണ് ചോദ്യം? വാട്ട് ഇസ് ദ ഐ ഓഫ് എ പൊട്ടറ്റോ? ഉരുളക്കിഴങ്ങിന്റെ മുകളിലുള്ള, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഉരുളക്കിഴങ്ങിന്റെ മുകളിലുള്ള ഇങ്ങനെ 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 കാണുന്ന ഐസ്, കണ്ണുകൾ എന്ന് വിളിക്കുന്ന ഇവനെ ആരാണെന്നാണ് ചോദ്യം. മക്കളെ, ഇത് ആക്സിലറി ബഡ് അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് പറയാനില്ല. സോ ദ ഐസ് ആർ ആക്സിലറി ബഡ്സ്, നോഡൽ പാർട്ടല്ലേ? ശരി. 110ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ഒപ്പൻഷ്യ. എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. കള്ളിമുൾ ചെടിയുടെ കേസിൽ മക്കളെ ഇങ്ങനെ കാണുന്ന പാർട്ടിന് നമ്മൾ കൊടുക്കുന്ന ടേം
ഡയറക്റ്റ് ആയിട്ട് NCERT ഇല്ലെങ്കിലും ആ ടേം എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം, ഫില്ലോക്ലേഡ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നോക്ക്, ടെൻട്രൽ നമുക്ക് അറിയുന്നതാണ്, ബൾബ് ഉള്ളിയാണ്. ക്ലാഡോഡ് നമ്മൾ പഠിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട്, എന്നാലും അറിഞ്ഞിരിക്കണം ക്ലാഡോഡ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ നോഡും ഇന്റർനോഡും ഉള്ളതാണല്ലേ ക്ലാഡോഡ് എന്ന് പറയുന്നത്. ശതാവരി, എസ്പരാഗസ് ഒക്കെ ക്ലാഡോഡിലാണ് വരാം. ഓക്കെ മക്കളെ, 111ാമത്തെ ചോദ്യമാണ്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റിഗാർഡിംഗ് റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. മക്കളെ, റെസിമോസിന്റെ കേസിൽ ചോദ്യം, റെസിമോസിന്റെ കേസിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ റെസിമോസിൽ ഇൻകറക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ, ദ ഗ്രോയിങ് പോയിന്റ് സെൽഡം എൻഡ്സ് ഇൻ എ ഫ്ലവർ. സെൽഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർലി. ഓക്കെ, റയർലി എൻഡ്സ് ഇൻ എ ഫ്ലവർ. അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ മക്കളെ? വല്ലപ്പോഴും അല്ലേ, അധിക സമയത്തും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യല്ലേ, അപ്പം അത് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ. അടുത്ത നോക്കും മക്കളെ, ഫ്ലവേഴ്സ് ലാറ്ററൽ ആയിട്ടാണ്, കറക്റ്റ് ആണ്, പക്ഷെ ബേസിപെറ്റൽ അല്ല, ബേസിപെറ്റൽ അല്ല. മക്കളെ അടുത്ത് നോക്കുക, ഫ്ലോറൽ ആക്സിസ് വളരും, ഫൗണ്ട് ഇൻ ഫാബേസി, അതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ മക്കളെ രണ്ടാമത്തതല്ലേ ഇത്, പക്ഷെ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല, ബേസിപെറ്റൽ എന്ന് കണ്ടാൽ തന്നെ ഉറപ്പിച്ചു. ഓക്കെ മക്കളെ, 112ാമത്തെ ചോദ്യത്തിലേക്ക് വാ. എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ. മക്കളെ, എപ്പിഗൈനസ് എന്ന പേര് കേൾക്കുമ്പം എപ്പോഴും ടീച്ചർ പറഞ്ഞ കാര്യം ഓർക്കുക. നോക്കൂ മക്കളെ, എപ്പോഴും പറഞ്ഞ കാര്യം ആലോചിക്കുക. നോക്കൂ, ഗുക്സു. അപ്പൊ ഗുക്സുവിനെ മറക്കണ്ട. ഗുക്സു എന്ന് പറയുമ്പോൾ ഗോവ, കുക്കുംബർ, അതേപോലെ തന്നെ സൺഫ്ലവർ. അപ്പൊ പിന്നെ അത് ഒരു തരത്തിലും ഗുക്സുവിനെ മറക്കൂല നിങ്ങള്. ഗുക്സു ആരാന്ന് ചോദിച്ചാൽ ഗോവ, കുക്കുംബർ ആൻഡ് സൺഫ്ലവർ. സൺഫ്ലവറിന്റെ റേ ഫ്ലോറൽസ് ആണെന്ന് ആലോചിക്കണം. അതേസമയം പെരിഗൈനസ് എപ്പോഴും PPR അല്ലേ, പ്ലംസ്, പീച്ച്, റോസ്. അപ്പൊ പിന്നെ ആ പ്രോബ്ലംസ് വരുന്നില്ല. മക്കളെ 113ാമത്തെ ചോദ്യം നോക്കാം. ദെൻ ഫോർമേഷൻ ഓഫ് മെറ്റാസൈലം ഇൻ എ സെൻട്രിപെറ്റൽ മാനർ എന്നാ ചോദിക്കുക. മെറ്റാസൈലം സെൻട്രിപെറ്റൽ മാനർ, വളരുന്ന സെൻട്രിപെറ്റൽ. അതിന്റെ അർത്ഥം എന്താ? സെന്ററിലേക്ക്. മെറ്റാസൈലം സെന്ററിലേക്ക് വളരുന്നു. നോക്കൂ മക്കളെ, സെന്ററിലേക്ക് വളരുന്നു. ഇതൊരു പ്രോട്ടോസൈലം, കുറച്ചും കൂടെ വലിയ പ്രോട്ടോസൈലം, അതിലും വലുത്. ഇത് മെറ്റാസൈലം. അപ്പൊ മെറ്റാസൈലം നടുവിലായിട്ട് നിൽക്കാണ്. അപ്പൊ മക്കളെ ഇതെന്താ? ഇത് എക്സാർച്ച് അല്ലേ മക്കളെ? എക്സാർച്ച് എന്ന് പറയാനുള്ള കാരണം എന്താ? കണ്ട, പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ പെരിഫറി അല്ലേ? അപ്പൊ എക്സാർച്ച് അല്ലേ മക്കളെ? യെസ്. 114ാമത്തെ ചോദ്യം നോക്കും മക്കളെ. 114ാമത്തെ ചോദ്യത്തിൽ കോളൻ കൈമ എപ്പോഴും സ്ക്ലിയറൻ കൈമയുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തിനെ ബേസ് ചെയ്തിട്ട്? ആദ്യത്തെ ഓപ്ഷൻ നോക്കും മക്കളെ, കോളൻ കൈമയ്ക്ക് പ്രോട്ടോപ്ലാസം മെച്ചുവർ ആയാലും ഉണ്ടാകും. സത്യല്ലേ? ഒരു സംശയമില്ല. സ്ക്ലിയറൻ കൈമയിലെ ഡെഡ്. ഓക്കെ, തിക് വാൾസസ് കോളൻ കൈമയ്ക്ക് പറയാൻ പറ്റില്ല, തിക്കനത് കോർണേഴ്സ് മാത്രം. വൈഡ് ലൂമൻ ഇല്ല, മെരിസ്റ്റമാറ്റിക് അല്ല. അപ്പൊ നോക്കും മക്കളെ, 1 അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 115ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആണ് മക്കളെ. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ വാസ്കുലാർ ബണ്ടിൽസിനെ കുറിച്ച് പറയുമ്പം സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഈ പറയുന്ന ബണ്ടിൽസിന്റെ ഇടയ്ക്ക് മെരിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലേ? ഇതല്ലേ മക്കളെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്? യെസ്, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം. മക്കളെ ഇതിനെക്കുറിച്ച് എന്താണ് ചോദിക്കുന്നത്? ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയത്തെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഇവിടെ ആദ്യം എന്തായിരുന്നു? ഇവിടെ ആദ്യം മെഡുലർ റേസ് ആയിരുന്നു. അതിന് മാറ്റം വന്നിട്ടല്ലേ ഇന്ററായി മാറിയത്? അങ്ങനെയെങ്കിൽ നോക്ക്, പ്രൈമറി ആണോ? അല്ല. പ്രൈമോഡിയൽ ആണോ? അല്ല. സിമ്പിൾ ടിഷ്യൂ ആണോ? അല്ല. സെക്കൻഡറി അല്ലേ? ശരിക്കും സെക്കൻഡറി ഗ്രോത്തിന് സമയത്തല്ലേ? ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുമ്പം ഇതിന്റെ ഉള്ളിലാണ്. ഇൻട്രാ എന്ന് പറയുമ്പം ഇതിന്റെ ഉള്ളിലാണ് അല്ലെ? ഇന്റർ എന്ന് പറയുമ്പം അതിന്റെ ഇടയ്ക്ക് മെഡുലർ റേസ് ആക്റ്റീവായിട്ട് സെക്കൻഡറി ആയിട്ട് മാറിയതാണ്. പക്ഷെ ഇത് കൂടുതലായിട്ടും നമുക്ക് ആ സെക്കൻഡറി ഗ്രോത്തിന്റെ പാർട്ടിലുള്ളത് എന്നുള്ളത് ആലോചിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ 116 നോക്ക്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് റൂട്ടിലല്ലേ മക്കളെ കാണുള്ളൂ? അപ്പൊ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ആവശ്യമുണ്ടോ? അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? സോ 2 ഇസ് ദ റൈറ്റ് ആൻസർ. മക്കളെ 117 നോക്ക്. സം വാസ്കുലാർ ബണ്ടിൽസിനെ ഓപ്പൺ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് അറിയാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. കാരണം വാസ്കുലാർ ബണ്ടിലിന്റെ ഉള്ളിലായിട്ട്
കാമ്പിയം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ എന്ന് വിളിക്കും, ഒരു സംശയമില്ല. ഇതല്ലേ മക്കളെ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ കൺജക്റ്റീവ് ടിഷ്യൂ ഉള്ളത് കൊണ്ടാണോ? അല്ല, അത് റൂട്ടിന്റെ കേസിൽ സൈലത്തിനെയും ഫ്ലോയത്തിനെയും ഇടയ്ക്ക് കാണുന്നതാണ്. നോട്ട് സറൗണ്ടഡ് ബൈ പെരിസൈക്കിൾ. ഓക്കെ, സത്യം, അത് നമുക്ക് പറയാൻ പറ്റുമോ? നോട്ട് സറൗണ്ടഡ് ബൈ പെരിസൈക്കിൾ, ഓപ്പൺ എപ്പോഴും കാമ്പിയം ഉള്ളത് കൊണ്ടാണ്. സറൗണ്ടഡ് ബൈ പെരിസൈക്കിൾ ആൻഡ് നോ എൻഡോഡെമിസ്, അതും നോക്കണ്ട. കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം, ശരിയാണ്. ഈ കാമ്പിയം അല്ലേ മക്കളെ എന്തായിട്ട് മാറും? ഇൻട്രാ, ആ കാമ്പിയമാണ് ഇൻട്രാ ഫെസിക്കുലാർ കാമ്പിയം ആയിട്ട് മാറും അല്ലേ? അതല്ലെങ്കിൽ ഇവനെ നമ്മൾ ഇൻട്രാ എന്നാ വിളിക്കാം. ഇവനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻട്രാ ഫെസിക്കുലാർ കാമ്പിയം എന്നാ വിളിക്കുക, ശരിയല്ലേ? ഇവനല്ലേ ശരിക്കും സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 4. Is it? ശരി, 118ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ ടേം ബേസൽ ബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ്. മക്കളെ ബേസൽ ബോഡിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ബേസൽ ബോഡി എന്തിനെ ബേസ് ചെയ്തിട്ടാ മക്കളെ? ബേസൽ ബോഡി ഏതാ? സീലി ആൻഡ് ഫ്ലജല്ലിനെ ബേസ് ചെയ്തിട്ട് പറയാം. സെൽ പ്ലേറ്റ്, ഫ്രാക്മോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്പിൻഡിൽ ഫൈബേഴ്സ് പ്ലാന്റ് സെൽസിൽ നിലനിൽക്കുന്നതിനെയാണ് ഫ്രാക്മോപ്ലാസ്റ്റ്. അത് പക്ഷെ NCERT പറയുന്നില്ല. അപ്പൊ ബേസൽ ബോഡി പറയുമ്പം സീലി ആൻഡ് ഫ്ലജല്ലിനെ കുറിച്ചല്ലേ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. യെസ്, മൈക്രോ ട്യൂബ്യൂൾസ് അവിടെ നിന്നല്ലേ ഫോം ചെയ്യുക. ഓക്കെ, 119ാമത്തെ ചോദ്യം നോക്കും മക്കളെ. ഗ്ലൈക്കോ കാലിക്സ് എവിടെയാ കാണാം? എപ്പോഴും നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. ബാക്ടീരിയയുടെ സെൽ വോളിനെ ചുറ്റി ഒരു ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ഉണ്ട്. ഇതല്ലേ മക്കളെ ഗ്ലൈക്കോ കാലിക്സ്. അപ്പൊ ആർക്കാ മക്കളെ അത് കാണുക? നമ്പർ 2 ബാക്ടീരിയക്കല്ലേ കാണുക. ദാറ്റ്സ് ഇറ്റ് മക്കളെ. 120ാമത്തെ ചോദ്യം നോക്ക്. 120ാമത്തെ ചോദ്യം, ചാനൽ പ്രോട്ടീൻസ് എവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? മക്കളെ നമ്മള് ട്രാൻസ്പോർട്ടിന്റെ കേസ് പറയുമ്പം സെൽ മെംബ്രെയിന്റെ കേസിലാണ് ഈ ട്രാൻസ്പോർട്ട് പറയാം. അപ്പൊ സെൽ മെംബ്രെയിന്റെ കേസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പൊ ഏകദേശം നമ്മൾ ഏറ്റവും ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫ്യൂഷനെ കുറിച്ച് പറയും, ദെൻ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഡിഫ്യൂഷനെ കുറിച്ച് പറയും, പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിഫ്യൂഷനെ കുറിച്ച് പറയും. അതിൽ സിമ്പിളും അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റഡും പാസീവ് ഡിഫ്യൂഷൻ അഥവാ പാസീവ് ട്രാൻസ്പോർട്ടാണ്. ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, ശരിയാണല്ലോ. അപ്പൊ ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കും മക്കളെ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ നോക്ക്, നോ പ്രോട്ടീൻ, അവിടെ കരിയർ പ്രോട്ടീൻ വേണ്ട, നോ ATP, ശരിയല്ലേ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലോ മക്കളെ ചാനൽസിന്റെ മുകളിൽ, അതായത് മെംബ്രെയിൻ ചാനലിന്റെ മുകളിൽ പ്രോട്ടീൻ വേണം, പക്ഷെ ATP വേണ്ട. ആക്റ്റീവില് പമ്പ് ചെയ്യാനായിട്ടുള്ള പ്രോട്ടീൻസ് മസ്റ്റ് ആണ്, അതേപോലെ തന്നെ ATPയും വേണം. ഓക്കെ, ഇവിടെ ചോദിച്ചെന്താ? ചാനൽസിന്റെ മുകളിൽ ജസ്റ്റ് പ്രോട്ടീൻസ് മാത്രമുള്ളത്, അവിടെ ATP വേണമെന്നോ ഒന്നും പറയുന്നില്ല. ഓക്കെ, നമ്മുടെ NCERT സെൽ മെംബ്രെയിന്റെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ചാനൽ പ്രോട്ടീൻസ് ആർ ഇൻവോൾവ് ഇൻ ദ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് എന്ന് പറയുന്നുണ്ട്. അതേസമയം സോഡിയം പൊട്ടാസ്യം പമ്പ് പ്രോട്ടീൻ ഇസ് നെസസറി ഏതിൽ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. അപ്പൊ മക്കളെ ഈ പാസീവ് സിമ്പിളും ഫെസിലിറ്റേറ്റഡിലും പാസീവ് വരുന്നുണ്ട്. നമ്മൾ ചാനൽ പ്രോട്ടീൻസ് എപ്പോഴും നമ്മൾ ഏതിലാണ് എടുക്കേണ്ടത് മക്കളെ? പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ആണ് എടുക്കേണ്ടത്. അതേസമയം ആക്റ്റീവിൽ എപ്പോഴും പമ്പ് എന്ന് കാണാം. ഓക്കെ മക്കളെ, 21ാമത്തെ ചോദ്യം നോക്ക്. 21st ക്വസ്റ്റ്യൻ നോക്ക. ഫോളോയിങ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ഫേസ്. എസ് ഫേസിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. DNA സിന്തസിസ് അല്ലേ മക്കളെ? പ്രോട്ടീന്റെ പ്രിപ്പറേഷൻ G2ലല്ലേ? അപ്പൊ പിന്നെ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. DNA ഡ്യൂപ്ലിക്കേഷൻ ആണ് മക്കളെ. 22ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം മക്കളെ. സെൽ പ്ലേറ്റ് ഇസ് ലേഡ് ഡൗൺ ഡ്യൂറിങ്, അതായത് പ്ലാന്റ് സെൽസിൽ നമ്മൾ പ്ലാന്റ് സെൽസിനെ കുറിച്ച് പറയുമ്പോൾ മക്കളെ, സെൽ പ്ലേറ്റ് ഇതോടെ നടുവിലെ സെൽ പ്ലേറ്റ് പോകുന്നില്ലേ? ഇങ്ങനെ സെൽ പ്ലേറ്റ് പോകുന്നത് ഏത് സമയത്താന്ന് ചോദിച്ചാൽ സൈറ്റോകൈനസിന്റെ സമയത്തല്ലേ ഈ സെൽ പ്ലേറ്റ് പോവുള്ളൂ, അല്ലെങ്കിൽ ഫോർമേഷൻ. ഇസ് ഇറ്റ് ഓക്കെ? യെസ് മക്കളെ. 123ാമത്തെ ചോദ്യം നോക്ക്. ഹൗ മെനി ക്രോമസോംസ് വുഡ് എ പ്ലാന്റ് സെൽ ഹാവ് ഇൻ ദ ഫേസ് ഓഫ് ഇറ്റ്സ് നെക്സ്റ്റ് സൈക്കിൾ ഹാവിംഗ് 12 ക്രോമസോം അറ്റ് ദ എൻഡ് ഓഫ് ദ മൈറ്റോസിസ്? ഒരിക്കൽ കൂടി ചോദ്യം നോക്ക്. എത്ര ക്രോമസോം ആയിരിക്കും ഒരു പ്ലാന്റ് സെല്ലിൽ അടുത്ത സെൽ സൈക്കിളിലേക്ക് പോകുമ്പം, അതായത് മൈറ്റോസിസ് കഴിഞ്ഞപ്പം? നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. ഇതൊരു സെല്ല്, അതിൻ്റെ ഉള്ളിൽ
12 ക്രോമസോം ഉണ്ട്. ഓക്കെ, 12 ക്രോമസോം ഉണ്ട്. അത് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അത് ഡിവൈഡ് ചെയ്തിട്ട് മക്കളെ 2 സെല്ലായി. ആ 2 സെല്ലിലും 12 ആണ് 12. ഓക്കെ, അപ്പൊ മൈറ്റോസിസ് കഴിഞ്ഞപ്പോ 12. വീണ്ടും അത് അടുത്ത സൈക്കിളിലേക്ക് പോവാണ്. അപ്പൊ ഇനി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രയായിരിക്കും ക്രോമസോം നമ്പർ? മൈറ്റോസിസിൽ മക്കളെ അങ്ങനെ പ്രത്യേകിച്ച് ക്രോമസോം നമ്പറിൽ വ്യത്യാസം വരുമോ? അത് 12 ആയിട്ട് തന്നെയല്ലേ പോവാ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 12 is the right answer. ഓക്കെ മക്കളെ, 24ാമത്തെ ചോദ്യം നോക്ക്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റേറ്റ് ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ. ലൈറ്റ് വലിച്ചെടുക്കുന്നതും ബൈ ഡിഫറെന്റ് പിഗ്മെന്റ്സ് വിയസ് വേവ് ലെങ്ത്. മക്കളെ, നമ്മൾ സ്പെക്ട്രം ഓർത്തിരിക്കുക, അതിൽ എങ്ങനെയാന്നുള്ളത് ഓർത്തിരിക്കുക. റേറ്റ് ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ അഥവാ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ഓർമ്മയില്ലേ? റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓക്കെ എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്. ഇങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും മക്കളെ സ്പെക്ട്രം? അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം അല്ലേ മക്കളെ? യെസ്. അപ്പൊ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 125ാമത്തെ ചോദ്യത്തിലേക്ക് വന്ന് 125 നോക്ക് മക്കളെ. വിച്ച് വൺ ഒക്കേഴ്സ് ഡ്യൂറിങ് ബോത്ത് സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും കാണുന്ന ഒരു കോമൺ ഫാക്ടർ? ഇൻവോൾവ്മെന്റ് ഓഫ് PS1 ആൻഡ് PS2 ഇല്ല. സൈക്ലിക്കിൽ PS1 മാത്രമേ ഉള്ളൂ. ഫോർമേഷൻ ഓഫ് ATP അബ്സല്യൂട്ട്ലി കറക്റ്റ്. സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ATP ഉണ്ട്. റിലീസ് ഓഫ് ഓക്സിജൻ നോൺ സൈക്ലിക്കിൽ മാത്രം. NADPH നോൺ സൈക്ലിക്കിൽ മാത്രം. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 2. ATP സൈക്ലിക്കിലും ഉണ്ടാവും, നോൺ സൈക്ലിക്കിലും ഉണ്ടാവും. മക്കളെ, 126ാമത്തെ ചോദ്യം നോക്ക്. ATPയുടെ സിന്തസിസ് is linked with the development of dash across thylakoid membrane. മക്കളെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. അതിൽ ഈ പറയുന്ന ബേസ് F0 ആണ്, ഇത് F1 ആണ്. അപ്പൊ ഇതിലൂടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണോ ഇലക്ട്രോൺ ഗ്രേഡിയന്റ് കൊണ്ടാണോ ATP സിന്തസിസ് നടക്കുന്നത്? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ മക്കളെ, ഏതാ കറക്റ്റ് ആൻസർ? പ്രോട്ടോൺ ഗ്രേഡിയന്റ്. അങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്ത് സംഭവിക്കുള്ളൂ? ഇവിടെ കണ്ട അക്യുമുലേഷൻ ഓഫ് H+. ആ H+ ഇപ്പുറത്തേക്ക് പോയാലല്ലേ ATP ഫോം ചെയ്യുള്ളൂ. അപ്പൊ പ്രോട്ടോണിലെ വ്യത്യാസം ഹാവിംഗ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ ഇൻസൈഡ് ദ ലൂമൻ കമ്പയർഡ് ടു ദ ഔട്ടർ പാർട്ട്. ശരിയല്ലേ? യെസ്. 27 നോക്കും മക്കളെ. മൈറ്റോകോൺട്രിയെ പവർ ഹൗസ് എന്ന് വിളിക്കും. സത്യമാണ്. അത് താഴെ പറയുന്ന ഏത് ഒബ്സർവേഷൻ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക? നോക്കാം. മൈറ്റോകോൺട്രിയ ATP സിന്തസൈസ് ചെയ്യും. കറക്റ്റ് അല്ലേ മക്കളെ? അതിലൊരു തർക്കമില്ലല്ലോ. അടുത്ത് നോക്കാം. അപ്പൊ ഏകദേശം ആൻസർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നു. മൈറ്റോകോൺട്രിയക്ക് ഡബിൾ മെംബ്രെയിൻ ആയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അല്ല. ക്രബ് സൈക്കിളിലെ എൻസൈംസ് മൈറ്റോകോൺട്രിയയിൽ കാണുന്നതുകൊണ്ടാണോ? അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ എല്ലാ പ്ലാന്റ്സിലും ആനിമൽസ് കാണുന്നതുകൊണ്ടാണോ? അല്ല. ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ, ഫസ്റ്റ് വൺ. അത് ATP സിന്തസൈസ് ചെയ്യും, സ്റ്റോർ ചെയ്യും, ആവശ്യമുള്ള സമയത്ത് റിലീസ് ചെയ്യും മക്കളെ. 28ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക. 28th ആണ് മക്കളെ. ഹൗ മെനി ATP molecules could maximally be generated from ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ്? മക്കളെ, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വഴി 686 കിലോ കലോറി ഉണ്ടാവും. ഒരിക്കൽ കൂടി നോക്കും മക്കളെ. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴി 686 കിലോ കലോറി എനർജി ഉണ്ടാക്കും. സംശയമില്ല. ഓക്കെ, അടുത്ത് നോക്കും മക്കളെ. ഓക്കെ, ആൻഡ് ദ യൂസ്ഫുൾ കെമിക്കൽ എനർജി അവൈലബിൾ ഇൻ ദ ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഓഫ് 1 മോളിക്യൂൾ ATP is 12 കിലോ കലോറി. മക്കളെ, ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ 38 ATP നമ്മൾ ഉണ്ടാക്കുന്ന ആ കാര്യം ഒന്നും ഇവിടെ നോക്കണം കേട്ടോ. ഒരു ATP എന്ന് പറയുന്നത് 12 കിലോ കലോറി ആണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 686 കിലോ കലോറി ഉണ്ടാക്കാൻ എത്ര ATP അല്ലെങ്കിൽ എത്ര ATP വേണം എന്നല്ലേ ചോദിക്കുന്നത്? ഹൗ മെനി ATP വേണം? അപ്പൊ വളരെ സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് എന്താ 686 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും എന്ന് നോക്കിയാൽ പോരെ മക്കളെ? 5 വന്നു ഇവിടെ.
അപ്പൊ തന്നെ വന്നു മക്കളെ 5 വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, ബാക്കി 7 കൂടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ മക്കളെ 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 12 into 5 60, ബാക്കി 8 86. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ ഏകദേശം നമുക്ക് ഈസി ആയല്ലോ. അവര് പറയുന്നത് ഇങ്ങനെയാണ്, ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നാൽ 686 കിലോ കലോറി, ഒരു ATP 12 കിലോ കലോറി. അപ്പൊ 686 കിലോ കലോറി കിട്ടണമെങ്കിൽ എത്ര ATP? 686 by 12, 57 is the right answer. Is it right? Yes. അപ്പൊ മക്കളെ 129ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 129 ആണ് മക്കളെ. ഒരു സിട്രിക് ആസിഡ്, ഒരു സിംഗിൾ ടേൺ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ, അത് എപ്പോഴും നമ്മൾ പഠിച്ചു പോകുന്നല്ലേ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് പറ 3 NADH ആണ് സിട്രിക് ആസിഡ് സൈക്കിളിൽ, ഒരു FADH, ഒരു GTP, 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. 130, 130ാമത്തെ ചോദ്യം. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അഥവാ ഹോർമോൺ ആരാന്നാണ്? സിമ്പിൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് ഓഫ് ഡൈവേഴ്സ് കെമിക്കൽ കോമ്പോസിഷൻ. അങ്ങനെ തന്നെ സെന്റൻസ് നമ്മുടെ NCERT ഉണ്ട്. അപ്പൊ ആദ്യത്തെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. കോംപ്ലക്സ് അല്ല, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് അല്ല, സ്മോൾ ഓർഗാനിക് ആണ്, സിമ്പിൾ ആണ്, സെയിം അല്ല. അപ്പൊ മക്കളെ ഏതാ കറക്റ്റ് ആൻസർ? 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. മക്കളെ 31ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയല്ലോ. 131 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോക്കനട്ട് മിൽക്ക് ഫാക്ടർ? തേങ്ങാ വെള്ളത്തിൽ കാണുന്നത് ആരാന്നാ ചോദിക്കുന്നത്. അത് സൈറ്റോകൈനിൻ അല്ലാതെ പിന്നെ ആരാ മക്കളെ അവിടെ ഉണ്ടാവാം? 132ാമത്തെ ചോദ്യമാണ് മക്കളെ. വോളിയം ഓഫ് എ വാട്ടർ മെലൺ സൺ മേ ഇൻക്രീസ് അപ് ടു. മക്കളെ പ്ലാൻ ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ നോക്കാം. പ്ലാൻ ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ നല്ല ഭംഗിയായിട്ട് ഗ്രോത്ത് മെഷറബിൾ ആണോ എന്ന് പഠിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. വാട്ടർമെലന്റെ വോളിയം അപ് ടു എത്ര വരെ ഇൻക്രീസ് ചെയ്യാമെന്ന് ചോദിച്ചതിന് 3,50,000 ടൈംസ് എന്ന് കാണാൻ നിങ്ങൾക്ക് പ്ലാൻ ഗ്രോത്തിലെ പേജ് 168 എടുത്ത് നോക്കിയാൽ ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ ശരി മക്കളെ. 133ാമത്തെ ചോദ്യം നമ്മൾ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇൻ സം സ്പീഷീസ് ഓഫ് ആസ്ട്രേസി ആൻഡ് പോയേസി എന്ന് പറഞ്ഞ ഗ്രാസ് ഫാമിലിയാണ്, സീഡ് ആർ ഫോം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. മക്കളെ അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് അല്ലേ? യെസ്. കാരണം ഈ ആപ്പോമിക്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആസ്ട്രേസിയം സൂര്യകാന്തിയുടെ ഫാമിലിയും അതേപോലെ തന്നെ ഗ്രാസ് ഫാമിലിയും. മക്കളെ രണ്ടാമത്തെ കേസ് നോക്ക്. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷനെ പാർത്തിനോകാർപ്പി എന്ന് വിളിക്കോ? പിന്നെന്താ സംശയം? എന്താ ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലേ പാർത്തിനോകാർപ്പി? അബ്സല്യൂട്ട്ലി റൈറ്റ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കറക്റ്റ് ആണ് മക്കളെ. പക്ഷെ എക്സാക്ട് എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റുമോ? ആപ്പോമിക്സിന് എക്സ്പ്ലനേഷൻ ആണോ കൊടുത്തിരിക്കുന്നത്? അല്ല. അപ്പൊ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. മക്കളെ 134th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിട്ടോ. 134ാമത്തെ 134 നോക്കാം മക്കളെ. 134ല് വിച്ച് വൺ ഇസ് റോങ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാന്നാ ചോദിക്കുന്നത്. നോക്കാം. വെജിറ്റേറ്റീവ് സെല്ലാണ് പോലും ജനറേറ്റീവ് സെല്ലിനേക്കാളും വലുത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അടുത്ത് നോക്ക്. ഇൻടൈൻ സെല്ലുലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടും കറക്റ്റ് ആണ്. അടുത്ത് നോക്കുക. പോളൻ ഗ്രെയിൻസ് റിമെയിൻ വയബിൾ ഫോർ മാസങ്ങളോളം. ശരിയല്ലേ? നമ്മൾ ഫാമിലീസ് പഠിക്കുന്നില്ലേ ഏതൊക്കെ? സൊളാനേസിയ, റോസേസിയ, ലെഗുമിനോസിയ. അതും കറക്റ്റ് ആണ്. ഇനി ഒരൊറ്റ ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളൂ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആണ് പോലും പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 cell stage. Absolutely it's a wrong statement. So that is the right one. Okay, അപ്പൊ 4ാമത്താണ്. So the last question of section A ലേക്ക് നമ്മൾ കയറാണ് മക്കളെ. 135ാമത്തെ ചോദ്യം. ഡൈത്തിക്കസ് ആന്തർ. ഡൈത്തിക്കസ് ആന്തർ എന്ത് കണ്ടാലും അപ്പൊ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മളൊന്ന് വരച്ചു നോക്കാം. ഡൈത്തിക്കസ് ആന്തർ ഒരു കൺഫ്യൂഷൻ ഇല്ല അവിടെ. ഓക്കെ, എന്താണ്? ഈച്ച് പോളൻ സാക്ക് കണ്ടെയ്ൻസ് 1000 മൈക്രോസ്പോം മദർ സെൽ. ഓ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ പോളൻ സാക്കും എടുത്തു നോക്കാണ്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വരച്ചു നോക്കാം, ഇല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇതൊരു പോളൻ സാക്ക്, ഇതൊരു പോളൻ സാക്ക്. കൺഫ്യൂഷൻ വന്നാൽ അപ്പ വരച്ചു നോക്കണം. നോക്ക് മക്കളെ, ഇതൊരു പോളൻ സാക്ക്. ഇത് ഓരോന്നും ഓരോ പോളൻ സാക്കല്ലേ? ഇത് ഓരോന്നും ഓരോ പോളൻ സാക്കാണ്. അപ്പൊ അതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല മക്കളെ. ഒരു പോളൻ സാക്കിന്റെ ഉള്ളിലായിട്ട് 1000 mmC മൈക്രോസ്പോം മദർ സെൽ. ഓക്കെ, ചോദ്യം എന്താന്ന് ആദ്യം നോക്ക്.
വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആന്തർ? ആന്തർ ആണ്, ഒരു പോളൻ സാക്കിൽ നിന്നല്ല, ആന്തർ. അപ്പൊ 4 പോളൻ സാക്കിൽ നിന്നും കൂടെ എത്രയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എത്ര MMC ഉണ്ട് നോക്കുക. ഒരു പോളൻ സാക്ക് 1000. അപ്പൊ മക്കളെ 1 2 3 4 ഇസ് ഈക്വൽ ടു എത്രയാ മക്കളെ? 1000 into 4, 4000 മൈക്രോസ്പോം മദർസെൽ വന്നു. മൈക്രോസ്പോം മദർസെൽ എത്രയായി? 4000 മൈക്രോസ്പോം മദർസെൽ വന്നു. ടോട്ടൽ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് ചോദിക്കുന്നത്. ഒരു മൈക്രോസ്പോം മദർസെൽ മിയോസ് വഴി 4 എണ്ണം ഉണ്ടാവും. അപ്പൊ 4000 into 4 is equal to 16. യെസ്, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ മക്കളെ. അങ്ങനെ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. 16000 പോളൻ ഗ്രെയിൻസ് മക്കളെ ഉണ്ടാവുക. 16000 പോളൻ ഗ്രെയിൻസ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 3, 16,000. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒരു പോളൻ സാക്കിൽ 1000 മൈക്രോസ്പോം മദർസെൽ, 4 പോളൻ സാക്ക് ആകുമ്പോൾ 4000 മൈക്രോസ്പോം മദർസെൽ. ഓരോ മൈക്രോസ്പോം മദർസെല്ലും 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. 4000 into 4, 16,000 is the right one. ശരിയല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ സെക്ഷൻ എ നമ്മൾ അവസാനിച്ച് സെക്ഷൻ ബിയിലേക്ക് കിടക്കാൻ പോവാണ്. സോ 136 ക്വസ്റ്റ്യൻ, 136ാമത്തെ ചോദ്യം, സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ് മക്കളെ. അഗാറോസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീവീഡ്സ്. കടലിലെ കളകളായ ജെലീഡിയം ആൻഡ് ഗ്രാസ്ലേറിയിൽ നിന്ന് എടുക്കുന്ന അഗാറോസ്, അഗാർ എവിടെയാണ് ആവശ്യം? അതിന്റെ ഓപ്ഷൻസ് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ 15ൽ ആദ്യത്തത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലെറ്റ്സ് മൂവ് ടു ദ 137 ക്വസ്റ്റ്യൻ. 137ാമത്തെ ചോദ്യം പ്രോബാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വെറും 3 വർഷങ്ങൾക്കുള്ളിൽ ചോദിച്ച ചോദ്യമാണ്. പ്രോബ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA or RNA ആണ്. സംശയമില്ല മക്കളെ, അതും സംശയമില്ല. നോട്ട് കോംപ്ലിമെന്ററി, അത് എടുക്കാനേ പറ്റില്ല മക്കളെ. അടുത്ത നോക്കുക, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA RNA ആണ്. ടാഗ്ഡ് വിത്ത് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആണ്. allowed to hybridize. കണ്ട സാമ്യമുള്ള കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന കൃത്യമായ സെന്റൻസ് നമ്മൾ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസിൽ, മോളിക്കുലർ ഡയഗ്നോസിസിൽ, PCR ആപ്ലിക്കേഷൻസിന് തൊട്ട് താഴെ ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കാണാം മക്കളെ. 138ാമത്തെ ചോദ്യം നോക്ക്. 138 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് DNA പോളിമറൈസ്? മക്കളെ, DNA പോളിമറൈസിന്റെ കേസിലാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിഗേറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ എ റെസിപ്പിയന്റ് സെൽ. ഓക്കെ, ലിഗേഷൻ എന്ന് പറയുന്ന വാക്കേ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. സെലക്ടബിൾ മാർക്കറാണ് മക്കളെ DNA പോളിമറൈസ്. ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ ആണ്, വൈറസ് അല്ല. ഓപ്ഷൻ യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് റിമെയിൻസ് ആക്റ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. thermostable tag DNA polymerase isolated from thermos aquaticals remain active at high temperature. Is it? Yeah. So 139. Okay, ചോദ്യം നോക്കാം മക്കളെ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സെന്റൻസ് ആണ്. ഇൻകറക്റ്റ് ആണ് ചോദിക്കുന്നത്. എനി പാർട്ട് ഓഫ് ദ പ്ലാൻ യൂസ് ഫോർ ടിഷ്യൂ കൾച്ചറിനെ എക്സ്പ്ലാന്റ് എന്ന് വിളിക്കും എന്നുള്ള സത്യമല്ലേ? അത് സത്യമാണ് ഡിഷൻ. ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാൻ ഫ്രം എനി എക്സ്പ്ലാന്റ് ഇസ് കോൾഡ് പ്ലൂറി. മക്കളെ, യഥാർത്ഥത്തിൽ പ്ലൂറി പൊട്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ എംബ്രിയോണിക് സ്റ്റെം സെൽസ്, ആനിമൽസിന്റെ കേസിലാണ് പറയാം. എപ്പോഴും പ്ലാൻ സെൽസിന്റെ കേസിൽ അവിടെ ടോട്ടി പൊട്ടൻസി വരേണ്ട സ്ഥാനത്ത് നമ്മുടെ എംബ്രിയോണിക് സെൽസ്, സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്യുന്ന പ്ലൂറി പൊട്ടൻസി കൊടുത്തു മക്കളെ. 2 അല്ലേ കറക്റ്റ് ആൻസർ? അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഈ ബാക്കിയുള്ള നോക്കണ്ടല്ലോ. 140ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചു. ട്രാൻസ്ജീനിക് ആനിമൽസിനെ നമ്മൾ സക്സസ്ഫുള്ളി യൂസ് ഫോർ എവിടെ? ട്രാൻസ്ജീനിക് മൈസ് ആർ യൂസ് ഫോർ ടെസ്റ്റിംഗ് ദ സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ. അത് ശരിയല്ലേ മക്കളെ? എക്സാക്ട്ലി കറക്റ്റ് ആണ്. അപ്പം അത് നമുക്ക് ആൻസർ ആയിട്ട് എടുത്തൂടെ മക്കളെ? ഓക്കെ, ബാക്കിയുള്ളത് നോക്കാം. ശരി. സ്റ്റഡിങ് ന്യൂ ട്രീറ്റ്മെന്റ് ഫോർ സർട്ടൻ കാർഡിയാക് ഡിസീസ് പോട്ടെ. റോസിമോൾ ഹൈ ഫാറ്റ് നോക്ക്. ബുൾസ് ഫാ അതൊന്നും നമുക്കില്ല. 1 is the right and the most suitable one. മക്കളെ, 141ലേക്ക് കടന്നു. α1 ആന്റി ട്രിപ്സ് നമുക്കറിയാം എംഫിസമിക് എതിരാണ്. ആ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. യെസ്, 3. വേറെ ഒരു ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണ്ട. α1 ആൽഫ ഫസ്റ്റ് ആന്റി ട്രിപ്സിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല മക്കളെ. 42ാമത്തെ ചോദ്യം അസേർഷൻ റീസൺ ആണ്. അസേർഷൻ റീസൺ വന്നു കഴിഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നോക്കാം മക്കളെ. ഇൻസെക്ട് റെസിസ്റ്റന്റ് transgenic cotton has been produced by inserting BT gene. ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ജീനിക് കോട്ടൺ അത് BT ജീൻ വഴിയാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. നമ്മൾ അതിന്റെ റീസൺ നോക്കും മക്കളെ.
ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ജീനിക് ജീൻ, ഇൻസെക്ട് റെസിസ്റ്റന്റ് ട്രാൻസ്ജീനിക് കോട്ടൺ. അപ്പൊ ബി ടി കോട്ടണെ ഉണ്ടാക്കാനായിട്ട് ബി ടി ജീൻ ഇൻസേർട്ട് ചെയ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാരണം ഇൻസെക്റ്റിനെ കൊല്ലാനുള്ള ടോക്സിക് ജീൻ ആണ് അതിൻ്റെ അകത്തുള്ളത്. അതല്ല അതിന്റെ റീസൺ. ഓക്കെ, ഇവിടെ റീസൺ കൊടുത്തിരിക്കുന്ന ബി ടി ഇസ് ഡിറൈവ് ഫ്രം ദ ബാക്ടീരിയ. അത് ടോക്സിക് ആണ് എന്നാണെങ്കിൽ അതിന്റെ റീസൺ വരാം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അതിന്റെ എക്സാക്ട് റീസൺ ആണെന്ന് പറയാൻ പറ്റില്ല. ആ റീസണിൽ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് എടുക്കായിരുന്നു, അത് ഇൻസെക്ടിസിഡൽ ടോക്സിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. എന്തായാലും മക്കളെ നമ്മൾ രണ്ടാമത്തതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോർ ദ ടൈം ബീങ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, 143 എടുക്കാം. വിച്ച് വൈറ്റ്സ് ഓഫ് റൈസ് പേറ്റന്റഡ് ബൈ US എന്ന മൊൻസാനോ എന്ന അമേരിക്കൻ കമ്പനി പേറ്റന്റ് എടുത്തത് ബസുമതി എന്നുള്ള കാര്യം നമുക്കൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവർ പറയും. മക്കളെ 44 ചോദ്യം നോക്ക്. നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന കങ്കാരു റാറ്റ് ജീവിതത്തിൽ കുളിക്കില്ല, കുടിക്കില്ല, ഓക്കെ, വെള്ളം കുടിച്ച് മരിക്കാനുള്ള ഭാഗ്യമില്ല. കാരണം എന്ത് നോക്ക്. ദേ മീറ്റ് ദ വാട്ടർ റിക്വയർമെന്റ് ത്രൂ ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ഓർ വാട്ടർ ഇസ് എ ബൈ പ്രൊഡക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദേ ആർ ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഇറ്റ്സ് യൂറിൻ. ജലാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ യൂറിൻ പോലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറി, സോളിഡ് ആയി. ഓക്കെ, ദേ ഡു നോട്ട് ഹാവ് സ്വെറ്റ് ഗ്ലാൻസ്. അപ്പൊ പിന്നെ എല്ലാം കറക്റ്റ് അല്ല മക്കളെ. രണ്ടെണ്ണം ശരിയായപ്പോ തന്നെ ഓൾ ദി അബൗവ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് നോക്കാം. യെസ്, 145 ചോദ്യത്തിലേക്ക് കടക്കാണ്. എ മെജോറിറ്റി ഓഫ് ദ ഓർഗാനിസം ആർ റെസ്ട്രിക്റ്റഡ് ടു എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. മക്കളെ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സ്റ്റിനോ തെർമലല്ലേ മക്കളെ? അല്ലേ ഏത് സാഹചര്യത്തിലും വേണമെങ്കിൽ പോവാണെങ്കിൽ യുറി തെർമൽ എന്ന് വിളിച്ചൂടെ? ഹെലൈൻ എല്ലാം സാൾട്ടിന്റെ കേസിലല്ലേ? ലെറ്റ്സ് മൂവ് ടു ദ 46th വൺ. ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ. മക്കളെ ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പം ഡിഫറെന്റ് സ്പീഷീസ് അല്ലേ? ഡിഫറെന്റ് സ്പീഷീസ് അല്ലേ? അതെ. ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് ദ റെഗുലേറ്ററി. ഓക്കെ മക്കളെ 3 അല്ലേ കറക്റ്റ് ആൻസർ? പോപ്പുലേഷൻ ഓഫ് 2 ഡിഫറെന്റ് സ്പീഷീസ് എന്ന് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ടു ദ 147. 147 നമ്മൾ കടന്നു. മക്കളെ ഡാഷ് ഇസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ who left the habitat, പോയി and gone elsewhere. പോയി, നാറ്റാലിറ്റി തട്ടി, മോർട്ടാലിറ്റി തട്ടി, ഇമിഗ്രേഷൻ വരുന്നതല്ലേ? എമിഗ്രേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ നമ്മുടെ മലയാളി കുട്ടികൾ കാനഡ, UK ഒക്കെ പോയി കഷ്ടപ്പെടുന്ന കേസാണ് ഈ എമിഗ്രേഷൻ. ഓക്കെ ശരി മക്കളെ, വീണ്ടും 148 ചോദ്യത്തിലേക്ക് കടന്നു. 148. Which of the following statements are false? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കണം, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം. ദ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ബിഗിൻസ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. അത് കറക്റ്റ് അല്ലേ മക്കളെ? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ഇസ് ദ മേജർ വഴി ഫോർ എനർജി ഫ്ലോ. തെറ്റ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത് ഗ്രേസിംഗ്. തെറ്റ്. ടെറസ്ട്രിയലിൽ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ആണ്. മക്കളെ പ്രൊഡ്യൂസേഴ്സ് ബിലോങ്സ് ടു ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. കറക്റ്റ്. അപ്പൊ തെറ്റായിട്ടുള്ളത് 2. 2ഉം 3ഉം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ മക്കളെ 1 അല്ലേ കറക്റ്റ്? 2 and 3. Is it right? Okay, let's move to the 149 question. നോക്കാം മക്കളെ. എനർജി അവൈലബിൾ അറ്റ് ദ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ T1. T1 എത്രയുണ്ട്? 3000 ജൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം മക്കളെ, ഹെർബിവോർ ഉണ്ട്, കാർണിവോർ ഉണ്ട്. അപ്പൊ T2 T3 ഇതാണോ ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ദ എനർജി അവൈലബിൾ ഫോർ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നോക്കാം മക്കളെ. അപ്പൊ എനർജി അവൈലബിൾ ഫോർ സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഇത് പ്രൈമറി കൺസ്യൂമർ അല്ലേ? ഇത് സെക്കൻഡറി കൺസ്യൂമർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവർക്ക് എത്രയാ വരിക? ഇവർക്ക് 300 ജൂള്. അപ്പൊ ഇവർക്ക് എത്രയാ വരിക? 30 ജൂൾ അല്ലേ? അപ്പൊ ആൻസർ 30 ജൂൾ അല്ലേ വരിക? സോ 3 is the right answer. Is it okay? Let's move to the last and the final question മക്കളെ. earthwormനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. earthworm, herbivore, consumer. Yes, there is detritivore അഥവാ detrivo മക്കളെ. ഇതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ് മക്കളെ, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റില് 14 എണ്ണമാണ് നിങ്ങൾ എഴുതിയത്. അതിൽ 14ാമത്തെയാണ് മക്കളെ നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. Is it? I think that's the last thing. Okay, അപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ 14
ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നിങ്ങൾ എഴുതി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഡൗട്ട് വരികയാണെങ്കിൽ വരച്ച് നോക്കി ഫുൾ തറുവായി കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഒരു കാരണവശാലും കോൺഫിഡൻസ് ലൂസ് ആവരുത്. ഓക്കെ, ദ ഡേ വിൽ ബി യുവേഴ്സ്. സോ 35 + 15 മറക്കരുത്. ഒരു കാരണവശാലും കോൺഫിഡൻസ് ലൂസ് ആവരുത്. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു മക്കളെ. സോ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.